ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ 8th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൽ സെക്കൻഡ് ടേമിലെ 4th യൂണിറ്റിൽ ആദ്യത്തെ രണ്ട് പോയംസ് പഠിച്ചു. ഇന്നിനി ഒരു സ്റ്റോറിയാണുള്ളത്, ഒരു പ്രോസാണ്. അപ്പോൾ ഈ സ്റ്റോറിയുടെ പേര് ദ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ് എന്നാണ്. കഴിഞ്ഞ പാഠങ്ങളിലുള്ള ആക്ടിവിറ്റീസും വർക്ക്സും ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു പാഠത്തിൽ മാത്രമായിട്ട് കുറേ ആക്ടിവിറ്റീസും വർക്ക്സും വരുന്നുണ്ട്, ഗ്രാമർ വർക്ക്സ് വരുന്നുണ്ട്, അതുപോലുള്ള കുറേ വർക്ക്സ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം പെട്ടെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പാഠത്തിൽ നമുക്ക് കുറേ പറയാനുണ്ട്, പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിന്നാൽ വീഡിയോ കുറേ ലോങ് ആയി പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സമ്മപ്പ് മാത്രം പറയുന്നേ ഉള്ളൂ. ഈ ഒരു പാഠം ഈ ഒരു സ്റ്റോറി ദ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത് ഓസ്കാർ വൈൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇറിഷ് പോയറ്റും ഫിക്ഷൻ റൈറ്ററും എസ്സേയിസ്റ്റും ആയിട്ടുള്ള ഒരാളാണ്. ഇറിഷ് പോയറ്റ് എന്ന് പറയുമ്പോൾ അയർലൻഡിലുള്ള ആളാണ്. അപ്പോൾ ഈ ഒരു ബയോഗ്രഫി വായിച്ചാൽ തന്നെ അത് മനസ്സിലാവും. ദ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പാഠത്തിൽ നമുക്ക് രണ്ട് മെയിൻ ക്യാരക്ടേഴ്സാണുള്ളത്. ഒന്ന് ദ നൈറ്റിംഗേലാണ്, രണ്ട് ഒരു സ്റ്റുഡൻ്റാണ്, ഒരു യങ് സ്റ്റുഡൻറ്റ്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം ഈ യങ് സ്റ്റുഡൻറ്റിനൊരു പ്രോബ്ലം വരികയാണ്. അപ്പോൾ ഈ നമ്മുടെ നൈറ്റിംഗേൽ അതിൻ്റെ ജീവൻ പണയം വെച്ച് ഈ കുട്ടിക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നൈറ്റിംഗേൽ അതിൻ്റെ ജീവൻ പണയം വെക്കുന്ന ഒരു കഥയാണ് പറയുന്നത്. പക്ഷേ അത് നടക്കുന്നൊന്നുമില്ല. അപ്പോൾ ഈ പാഠത്തിൻ്റെ ക്ലാസ് കേട്ടവരുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താണ് കഥ എന്നൊക്കെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കഥ വായിച്ച് നോക്കുക ആദ്യം. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ഡെഫിനേഷനായിട്ട് ഏതെങ്കിലും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും യൂട്യൂബേഴ്സ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും, അത് പോയി നോക്കുക. പിന്നെ ഇതിലുള്ളത് ഈ ഒരു സ്റ്റുഡൻറ്റ് ലവ് ചെയ്യുന്ന ഈ സ്റ്റുഡൻറ്റിൻ്റെ ലവറിന് വേണ്ടിയിട്ട് ഒരു റെഡ് റോസ്, ആ കുട്ടി ഇവനായിട്ട് ഡാൻസ് ചെയ്യണമെങ്കിൽ ഒരു റെഡ് റോസ് ഓൾക്ക് കൊണ്ടു കൊടുക്കണമെന്ന് ഓൾ പറയാണ്. അപ്പോൾ ഇവൻ്റെ കയ്യിൽ റെഡ് റോസ് ഇല്ല. അപ്പോൾ അവന് വിഷമിച്ചിരിക്കുന്നതും ആ നൈറ്റിംഗേൽ അത് കാണുന്നതും ആ കുട്ടിക്ക് ആ ഒരു റെഡ് റോസ് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ നൈറ്റിംഗേൽ കുറേ മരങ്ങളടുത്ത് പോവും, കുറേ റോസ് ട്രീസിൻ്റെ അടുത്ത് പോവും. അപ്പോൾ അവരുടെ കളേഴ്സ് ചേഞ്ച് ആയിരിക്കും എന്നെങ്കിൽ അങ്ങനെ ലാസ്റ്റ് ഒരു ട്രീൻ്റെ അടുത്തെത്തും, ഒരു റോസ് കളേർഡ് റോസുള്ള ഒരു റോസ് ട്രീൻ്റെ അടുത്തെത്തും. പക്ഷേ ഈ മഞ്ഞും സ്റ്റോമും ഒക്കെ കാരണം ഇതിന് ആ വർഷത്തിൽ ആ റോസ് ട്രീക്ക് അതിൽ റോസ് ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ റോസ് ഉണ്ടാവണമെങ്കിൽ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഒരു റോസ് വേണമെന്ന് പറയുമ്പോൾ അതിന് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ ഒരു ടെറിബിളായിട്ടുള്ള ഒരു ഐഡിയ ആയിരിക്കും അത്. പക്ഷേ ഈ നൈറ്റിംഗേലിന് എങ്ങനെയെങ്കിലും ആ കുട്ടിക്ക് അതിൻ്റെ ലവറിന് അതുമായിട്ട് ഒരു ട്രൂ ലൈഫ് ആ കുട്ടിക്ക് നൽകണമെന്ന് ഈ നൈറ്റിംഗേലിനുണ്ട്. അപ്പോൾ ആ നൈറ്റിംഗേൽ പറയാണ് പേടിയില്ല, ഒന്നിനും പേടിയില്ല എന്ന് പറയുമ്പോൾ ആ റെഡ് റോസ് ആ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ രാത്രി മൂൺലൈറ്റിൽ ഈ ഒരു നൈറ്റിംഗേൽ ഈ റെഡ് റോസ് ട്രീൻ്റെ ബ്രാഞ്ചിൽ വന്നിരുന്നിട്ട് അതിൻ്റെ മുള്ളിലേക്ക് ഈ നൈറ്റിംഗേലിൻ്റെ ബോഡി മുള്ളിലേക്ക് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ലൈഫ് ബ്ലഡ് എന്ന് പറയുമ്പോൾ ജീവിതരക്തം, ജീവിക്കുന്നതിൻ്റെ ഒരു സോഴ്സാണ് ബ്ലഡ്. അപ്പോൾ ഈ നൈറ്റിംഗേലിൻ്റെ ലൈഫ് ബ്ലഡ് ഈ മരത്തിൻ്റെ അല്ലെങ്കിൽ ഈ റോസ് ട്രീൻ്റെ വെയിൻസിലേക്ക് ഇറക്കി വിടണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ നൈറ്റിംഗേൽ അതുപോലെ തന്നെ അനുസരിച്ച് അതിനു വേണ്ടി തയ്യാറാവാണ്. അങ്ങനെ ആ ദിവസം രാത്രി ആ നൈറ്റിംഗേൽ വന്നിട്ട് അത് മുള്ളിറക്കി അതിൻ്റെ ഹൃദയത്തെ കുത്തി അത് മരിച്ചു വീഴുകയാണ്. അപ്പോൾ തന്നെ അവിടെ ഒരു റോസും ഉണ്ടായി വരും. ഇതിൻ്റെ ബ്ലഡ് ഈ മുള്ളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ഈ നൈറ്റിംഗേലിൻ്റെ ബ്ലഡ് കൊണ്ട് കാരണം ഈ റോസ് നല്ല റെഡിയായിട്ട് മുളച്ച് വരികയാണ്. പക്ഷേ ആ റെഡ് റോസ് അപ്പിയർ ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മുടെ നൈറ്റിംഗേൽ മരിച്ചു വീഴുകയാണ്. അപ്പോൾ പിറ്റേ ദിവസം ആ കുട്ടി വന്ന് നോക്കുമ്പോൾ ഗാർഡനിലൊരു റെഡ് റോസ് കാണും. അങ്ങനെ അവനിങ്ങനെ ഭയങ്കര ഒരു ലക്കായിട്ടാണ് അത് തോന്നുക. അങ്ങനെ അവന് ഇനി റെഡ് റോസ് കിട്ടില്ല എന്നറിഞ്ഞതോടുകൂടി തന്നെ അവൻ്റെ ലവ് ലൈഫൊക്കെ എല്ലാം തീർന്നു എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ഈ ഒരു റെഡ് റോസ് കണ്ടതോടുകൂടി തന്നെ അവന് ഭയങ്കര ഒരു ലക്കായിട്ട് തോന്നും. അങ്ങനെ അവന് അതെടുത്തിട്ട് അത് പറിച്ചിട്ട് ഈ കുട്ടിയുടെ അടുത്തേക്ക്, ഈ
അവൻ്റെ കാമുകി ആരാണോ അവളുടെ അടുത്തേക്ക് പോവുകയാണ്. പക്ഷേ ആ കുട്ടിയുടെ അടുത്ത് എത്തി കഴിയുമ്പോൾ അവൾ ഭയങ്കര അൺഗ്രേറ്റ്ഫുൾ ആയിട്ടാണ് അവനോട് ബിഹേവ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ബ്യൂട്ടി, പ്രൈഡ്, മണി ആ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു കുട്ടിയായിരിക്കും. അപ്പോൾ അവൾക്ക് ആ റെഡ് റോസ് കൊണ്ട് കൊടുക്കുമ്പോൾ അവൾ പറയും എൻ്റെ ഡ്രസ്സിന് ഇത് മാച്ച് ആവില്ല. പിന്നെ അവിടെയുള്ള ചാമ്പർലൈൻ്റെ മരുമകന് ആ കുട്ടിക്ക് കുറച്ച് ജുവൽസ്, കുറേ രത്നങ്ങളും കുറേ ജുവൽസ് കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി പറയാണ്, എല്ലാവർക്കും അറിയാലോ ഈ ഫ്ലവേഴ്സിനേക്കാൾ കൂടുതലും കോസ്റ്റ് ചെയ്യുന്നത് അല്ലെ വിലപിടിപ്പുള്ളത് ജുവൽസാണ്, അതുകൊണ്ട് സോറി എന്ന് പറയാണ്. അപ്പോൾ ആ കുട്ടിക്ക്, ആ ഒരു സ്റ്റുഡൻറ്റിന് സങ്കടവും ദേഷ്യവും എല്ലാം ഒരുമിച്ച് വന്നിട്ട് ഈ ഒരു റോസാപ്പൂവ് വലിച്ചെറിഞ്ഞിട്ട് അവൻ നടന്നു പോവാണ്. അപ്പോൾ ഇതാണ് സ്റ്റോറി. അപ്പോൾ ആ ഒരു നൈറ്റിംഗേൽ ചെയ്തത്, ആ നൈറ്റിംഗേലിൻ്റെ ലവിനെ കുറിച്ചുള്ളൊരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, ഈ ജീവിതത്തിനേക്കാളും ഒരാളുടെ ലൈഫിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ലവ് ആണെന്നാണ്, സ്നേഹമാണെന്നുള്ളതാണ്. പക്ഷേ ഈ കുട്ടി ലാസ്റ്റ് പറയുന്നുണ്ട് ലവ് ഒരു സില്ലി തിങ് ആണെന്ന്. വാട്ട് എ സില്ലി തിങ് ലവ് ഈസ് എന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടി നടന്നു പോകുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെയും ഈ നൈറ്റിംഗേലിൻ്റെയും ഒരു ലവിനെ കുറിച്ചുള്ള അവരുടെ ഒരു വിശ്വാസം, അതെങ്ങനെയാണെന്നുള്ളതിലുള്ള വിശ്വാസം കമ്പയർ ചെയ്തിട്ട് അതെല്ലാം അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു സ്റ്റോറി. ഇനി ഇതിൽ കുറേ ആക്ടിവിറ്റീസ് വരുന്നുണ്ട്, കുറേ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പസിൽസും ഗ്രാമർ വർക്ക്സും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പോകാം. അപ്പോൾ ആക്ടിവിറ്റീസിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ടെക്സ്റ്റൽ ആൻസേഴ്സും ക്വസ്റ്റ്യൻസും ഉണ്ട്. അത് ഞങ്ങൾ സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്യും. അത് നോക്കിയിട്ട് പെട്ടെന്ന് എഴുതിയെടുക്കുക. ആക്ടിവിറ്റി 1ലേക്ക് പോവാണ്. ആക്ടിവിറ്റി 1 നമുക്കുള്ളത് ടെക്സ്റ്റിൽ തന്നെയുള്ള ഈ സ്റ്റോറി തന്നെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നുണ്ട്. അതൊക്കെ ടിക്ക് ചെയ്യാനാണ്. അപ്പോൾ അത് ടിക്ക് ചെയ്ത് ഞങ്ങൾ കറക്റ്റ് ആൻസേഴ്സ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, അത് നോക്കി എഴുതിയെടുക്കുക. പിന്നെ ആക്ടിവിറ്റി 2 ആണ്. ആക്ടിവിറ്റി 2ലുള്ളത് ഈ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റോറിയിലുള്ള ഒരു സ്റ്റോറി ഹൗസാണ്. അപ്പോൾ അവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്, ഒരു ഹൗസ് പോലുള്ള ഒരു സംഭവം തന്നിട്ടുണ്ട്. അതിൽ പോയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അത് ഞങ്ങൾ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് എഴുതിയെടുക്കാത്തവരാണെങ്കിൽ എഴുതിയെടുക്കുക. പിന്നെ ലെറ്റ്സ് എൻറിച്ച് അവർ വൊക്കാബുലറിയാണ് നോക്കുന്നത്. അപ്പോൾ ആക്ടിവിറ്റി 1 വൊക്കാബുലറിയിൽ ആക്ടിവിറ്റി 1 നമ്മൾ ഈ പാഠത്ത് പഠിച്ചല്ലോ, കുറച്ച് 2 മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സിന് പേര് പഠിച്ചിട്ടുണ്ട്, ഹാർപ്പ് ആൻഡ് വയലിൻ. അത് സ്ട്രിങ്ഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതുപോലുള്ള കുറച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ പേര് ഇവിടെ തന്നിട്ടുണ്ട്. അത് ക്ലാസിഫൈ ചെയ്യാനാണ് പറയുന്നത്. ഒരു ലിസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, വിൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, പെർക്യൂഷൻ ഇൻസ്ട്രുമെൻറ്റ്സും ഉണ്ട്. അപ്പോൾ അത് ക്ലാസിഫൈ ചെയ്തിട്ട് എഴുതണം. പിന്നെ ആക്ടിവിറ്റി 2 ആണ്. ആക്ടിവിറ്റി 2ലുള്ളത് സിനോണിംസ് ആണ്. സിനോണിംസ് എന്ന് പറഞ്ഞാൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്, സിനോണിംസ് ആർ വേർഡ്സ് ഓർ എക്സ്പ്രഷൻ വിച്ച് ഹാവ് ദ സെയിം ഓർ നിയർലി ദ സെയിം മീനിങ് ആസ് അനദർ ഇൻ ദി സെയിം ലാംഗ്വേജ്. ബിഗ് ആൻഡ് ലാർജ് ആർ സിനോണിംസ്. ഈ ബിഗും ലാർജും, ബിഗിൻ്റെ മലയാളം മീനിങ് വലുത് എന്നാണ്, ലാർജിൻ്റെയും മലയാളം മീനിങ് വലുത് എന്നാണ് വരുന്നത്. അപ്പോൾ ഒരേപോലെ ഒരൊറ്റ മീനിങ്, ഒരു സെയിം മീനിങ് വരുന്ന 2 സെയിം വേർഡ്സ് ആണ് സിനോണിംസ്. അപ്പോൾ ഇവിടെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്, ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഫൈൻഡ് ദ വേർഡ്സ് ആൻഡ് പെയർ ദം ആസ് സിനോണിംസ് ഫ്രം ദ ലിസ്റ്റ് ബിലോ. അത് പെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മാച്ചിങ് ആയിട്ടുള്ള സിനോണിം എടുത്തിട്ട് പെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത്. സോ ഇനി ഇതിൽ ആക്ടിവിറ്റി 3 കൂടെ ഉണ്ട്. ആക്ടിവിറ്റി 3 ക്യാരക്ടർ, എങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് ഈ 3 ക്യാരക്ടേഴ്സിന്, സ്റ്റുഡൻറ്റ്, പ്രൊഫസേഴ്സ് ഡോട്ടർ, നൈറ്റിംഗേൽ, ഈ 3 ക്യാരക്ടേഴ്സിൻ്റെയും ക്യാരക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ താഴെ കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ എല്ലാ കഥാപാത്രങ്ങൾക്കും കൊടുക്കേണ്ടതാണ്. അത് ക്ലാസിഫൈ ചെയ്തിട്ട് എഴുതാനാണ്. സോ അത് ഞങ്ങൾ കാണിക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുക. ഉള്ളത് ലെറ്റ്സ് റൈറ്റ് ആണ്. അതിൽ ആക്ടിവിറ്റി 1 ഈ സ്റ്റുഡൻറ്റിൻ്റെ നോളജൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ദി ക്വസ്റ്റ്യന് ഇവാലുവേറ്റ് ദ സ്റ്റുഡൻറ്റ് ഇൻ ടേംസ് ഓഫ് ഹിസ് സ്റ്റഡീസ്, ഹിസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വേൾഡ്, ഹിസ് ഫീലിംഗ് ഫോർ ലവ് എക്സെട്ര ബേസ്ഡ് ഓൺ യുവർ റീഡിങ് ഓഫ് ദ സ്റ്റോറി.
പിക്ക് ഔട്ട് ലൈൻസ് ഫ്രം ദി സ്റ്റോറി ടു സപ്പോർട്ട് യുവർ ഐഡിയാസ്. അപ്പോൾ നിങ്ങളുടെ ഐഡിയ വെച്ചിട്ടും ഈ സ്റ്റോറിയിലുള്ള കുറച്ച് ലൈൻസ് പിക്ക് ഔട്ട് ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് എഴുതിയെടുക്കുക. പിന്നെ ആക്ടിവിറ്റി ടു നമുക്കൊരു ലെറ്റർ എഴുതാനാണ്. ഒരു ഫ്രണ്ടിന് ഈ കുട്ടി ആ ഒരു സാഡ് ഫീല് ഒരു ഫ്രണ്ടിനോട് പറയാൻ വേണ്ടിയിട്ട് അവനൊരു ലെറ്റർ എഴുതാണ്. അപ്പോൾ ആ ഒരു ലെറ്റർ ആകുമ്പോൾ അതെങ്ങനെ കൺക്ലൂഡ് ചെയ്യണം, എങ്ങനെ ബിഗിൻ ചെയ്യണം, അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. പിന്നെ ലെറ്ററിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വരണം അതൊക്കെ പഠിച്ചതാണ്. സോ അതൊക്കെ വെച്ചിട്ട് ഒരു ലെറ്റർ എഴുതുക. പിന്നെ ആക്ടിവിറ്റി 3 ആണുള്ളത്. ആക്ടിവിറ്റി 3 ഡയറി എൻട്രി എഴുതാനാണ്. ഈ കുട്ടി ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടിയുടെ ഫീലിങ്സ് വെച്ചിട്ട് അവനൊരു ഡയറി എൻട്രി എഴുതുകയാണ്. അപ്പോൾ അതിൽ എന്തൊക്കെ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ദ സ്റ്റുഡൻസ് ഫീലിംഗ് അബൌട്ട് ബീങ് റിജക്റ്റഡ് ഇൻ ലവ്, വാട്ട് ഹി തിങ്സ് ഓഫ് ദ പ്രൊഫസേഴ്സ് ഡോട്ടർ, വാട്ട് ഹി വുഡ് ഡു ഇൻ ദ ഫ്യൂച്ചർ. അങ്ങനെയുള്ള 3 എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട്. അതൊക്കെ എക്സ്പ്രസ് ചെയ്തിട്ട് ഒരു ഡയറി എൻട്രി എഴുതണം. ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് ഞങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അത് ജസ്റ്റ് എക്സാമ്പിൾസ് ആണ്. നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണോ ഒരു ഐഡിയ കിട്ടുന്നത് അത് വെച്ചിട്ടാണ് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതേണ്ടത്. പിന്നെ ആക്ടിവിറ്റി 4 പോസ്റ്റർ മേക്കിംഗ് ആണ്. അപ്പോൾ ഇവിടെ താഴെ ഒരു പോസ്റ്റർ തന്നിട്ടുണ്ട്. അതിൻ്റെ ഫ്യൂച്ചേഴ്സ് കണ്ടുപിടിച്ച് എഴുതാനാണ്. ഫ്യൂച്ചേഴ്സ് ഓഫ് എ പോസ്റ്റർ, അത് ലേ ഔട്ട്, കണ്ടൻറ്റ്, ലാംഗ്വേജ് എങ്ങനെയാണ് അത് വരുന്നതെന്ന് അതിൻ്റെ ഫ്യൂച്ചേഴ്സ്, ലേ ഔട്ടിൻ്റെ ഫ്യൂച്ചേഴ്സ്, കണ്ടൻറ്റ് എന്തൊക്കെയാണ് വരേണ്ടത്, ലാംഗ്വേജ് എങ്ങനെയുള്ളതാവണം. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ആ കോളം ഒന്ന് ഫില്ല് ചെയ്യണം. പിന്നെ അതിൻ്റെ താഴെ ഡിസൈൻ എ പോസ്റ്റർ ഫോർ പ്രൊമോട്ടിങ് അവയർനെസ് ഓൺ ദി നീഡ് ഫോർ കൺസേർവിങ് നാച്ചർ. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഈ ഫ്യൂച്ചേഴ്സൊക്കെ വെച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ കൂടി പറയുന്നുണ്ട്. പിന്നെ ലെറ്റ്സ് സ്പീക്ക് ആണ്. അതിൽ ആക്ടിവിറ്റി 1 നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഡു യു തിങ്ക് ദാറ്റ് ദ നൈറ്റിംഗേൽ ഹാസ് മെയ്ഡ് ദ റൈറ്റ് ചോയ്സ്? വൈ? ഗിവ് അറ്റ് ലീസ്റ്റ് 2 reasons to support your answer. Try to use the following expressions while speaking. നമ്മളോട് സംസാരിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഈ നൈറ്റിംഗേലിൻ്റെ ആ ഒരു ത്യാഗം അതൊരു റൈറ്റ് ചോയ്സ് ആണോ എടുത്തത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട്. ഈ എക്സ്പ്രഷൻസൊക്കെ എടുത്തിട്ട് നമ്മളോട് സ്പീക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഐ തിങ്ക്, ഐ ബിലീവ്, ഇറ്റ് സീംസ് ടു മീ ദാറ്റ്, പിന്നെ ഇൻ മൈ ഒപ്പീനിയൻ, ഐ ആം കൺവിൻസ്ഡ് ദാറ്റ്, ഐ ഫീൽ അബ്സല്യൂട്ട്ലി സെർട്ടൺ ദാറ്റ്. ഈ 6 എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ആക്ടിവിറ്റി ഫുൾ ചെയ്യാം. പിന്നെ ആക്ടിവിറ്റി 2 ആണ്. അതിൽ ഈ ഓക്ക് ട്രീ ഈ മരിച്ചുപോയ നൈറ്റിംഗേലിനായിട്ട് ഒരു സ്പീച്ച് ഡെലിവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആ ഓക്ക് ട്രീ മാത്രമല്ല, ആ ഓക്ക് ട്രീൻ്റെ സ്പീച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മളോട് പറയാണ്, നമ്മൾ കുറച്ച് ക്യാരക്ടേഴ്സിനെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മളാണെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു സ്പീച്ച് ഡെലിവർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്പീച്ചിൽ എന്തൊക്കെ എക്സ്പ്രസ് ചെയ്യണമെന്നും ഇവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് ലേണർ 1 ദ റോസ് ട്രീ ആണ്. റോസ് ട്രീ ആയിട്ട് നമ്മൾ ഒരു സ്പീച്ച് ഡെലിവർ ചെയ്യണം. പിന്നെ ദ ഗ്രീൻ ലിസാർഡ് ഉണ്ട്, ദ യങ് ലവർ ഉണ്ട്, ദ മൂൺ ഉണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് എക്സ്പ്രഷൻസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് നമ്മളൊരു സ്പീച്ച് ഡെലിവർ ചെയ്യാനാണ് പറയുന്നത്. ഇനി നമ്മൾ ഗ്രാമർ വർക്ക്സിലേക്കാണ് പോകുന്നത്. ലെറ്റ്സ് ഡിസ്കവർ ഹൗ ഗ്രാമർ വർക്ക്സ്. ഇതിൽ ആക്ടിവിറ്റി 1 ഒരു പാസേജ് തന്നിട്ടുണ്ട്. അതിൽ മിസ്സിങ് വേർഡ്സിൽ ഇതിൽ കുറച്ച് വേർഡ്സൊക്കെ മിസ്സിങ് ആണ്. അപ്പം മിസ്സിങ് ആയിട്ടുള്ള വേർഡ്സിൽ ഒരു സ്ലാഷ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബ്ലാങ്ക്സൊക്കെ ഫില്ല് ചെയ്യാൻ, സ്യൂട്ടബിൾ വേർഡ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ABCD മുതൽ J വരെ കുറച്ച് മാർക്സ് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് വായിച്ച് നോക്കിയിട്ട് ഈസിയാണ്, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ആക്ടിവിറ്റി 2 ആണ്. ആക്ടിവിറ്റി 2 നമുക്കുള്ളത് ഫ്രേസൽ വേർബ്സിനെ കുറിച്ചാണ്. ഫ്രേസൽ വേർബ്സ് എന്ന് പറഞ്ഞാൽ ഫ്രേസൽ വേർബ്സ് യൂഷ്വലി ഡു നോട്ട് ബെയർ ദ മീനിങ് ഓഫ് ദ വേർഡ്സ് യൂസ്ഡ് ആസ് സച്ച്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ദെൻ ഹി പുട്ട് ഓൺ ഹിസ് ഹാറ്റ് ആൻഡ് റാൻ അപ്പ് ടു ദി പ്രൊഫസേഴ്സ് ഹൗസ്. പുട്ട് ഓൺ, റാൻ അപ്പ്, അത് രണ്ടും ഫ്രേസൽ വേർബ്സ് ആണ്. അപ്പം പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ടു വെയർ, എടുത്ത് ഇടുക എന്നുള്ളതാണ്. അത് ആ ഒരു മീനിങ് ആണ് വരുന്നത്. പിന്നെ റാൻ അപ്പ് എന്ന് പറഞ്ഞാൽ ടു മൂവ് ക്വിക്ക്ലി ടു വെയർ സമൺ ഈസ്, ഒരാളുള്ള സ്ഥലത്തേക്ക് പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് മൂവ് ചെയ്യാം. പിന്നെ ഈ സ്റ്റോറിയിലുള്ള സച്ച് എക്സാമ്പിൾസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതും കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ താഴെ കുറച്ച് സ്പൈഡർ വേർബ്സ് പോലുള്ള കുറച്ച് ഫ്രേസൽ വേർബ്സ് അടയാളപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഫ്രേസൽ വേർബ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ താഴെയായിട്ട് വേറൊരു വർക്ക് വരുന്നുണ്ട്. ഈ ഓരോ സെറ്റിൽ നിന്നും
ഒരു ഒരു ഫ്രേസൽ വേർബ് ഉള്ള സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പിന്നെ അതിൽ തന്നെ ആക്ടിവിറ്റി ത്രീയിലുള്ളത് പ്രൊനൗൺസ് ആണ്. അപ്പോൾ പ്രൊനൗൺസ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഗ്രാമറിൽ പഠിച്ചതാണ്. അപ്പോൾ അതിലൊരു സെൻറ്റൻസ് വായിക്കാനുണ്ട്. ബട്ട് ദർ ഈസ് നോ റെഡ് റോസ് ഇൻ മൈ ഗാർഡൻ, സോ ഐ ഷാൾ സിറ്റ് ലോൺലി ആൻഡ് ഷീ വിൽ പാസ് മീ ബൈ. ഷീ വിൽ ഹാവ് നോ heed to me and my heart will break. And second one, he buried his face in his hands and wept. The words underlined in the above sentences are words we use in the place of a noun. They are called pronouns. They have subject, object and possessive forms. We can categorize the above pronouns as shown in the table below. അപ്പോൾ ഇവിടെയുള്ള രണ്ട് സെൻറ്റൻസസ് തന്നിട്ടുണ്ട്. അതിലുള്ള സബ്ജക്റ്റ്, ഒബ്ജക്റ്റും പൊസസീവുമായിട്ട് പൊസസീവ് ഫോംസുമായിട്ട് കാറ്റഗറൈസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ 3 സബ്ജക്റ്റ് ഫോംസ് കൊടുത്തിട്ടുണ്ട്. ഐ, ഷീ, ഹി. അതിൻ്റെ ഒബ്ജക്റ്റായിട്ട് വരിക മീ ആണ്. അതിൻ്റെ പൊസസീവായിട്ട് വരിക മൈ ഓർ മൈൻ. പിന്നെ ഷീ ആണ് വരുന്നത്. ഷീൻ്റെത് അതിൽ ആ സെൻറ്റൻസിൽ വരുന്നില്ല. പിന്നെ ഹീ ആണ് വരുന്നത്. ഹീൻ്റെ പൊസസീവ് ഫോമാണ് ഹിസ്. അപ്പോൾ ഇംഗ്ലീഷിൽ ആകെ 7 പേഴ്സണൽ പ്രൊനൗൺസ് ആണുള്ളത്. അതിൻ്റെ ഒരു ടാബിൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ 7 പേഴ്സണൽ പ്രൊനൗൺസും അതിൻ്റെ ഒബ്ജക്റ്റ് ഫോംസും പൊസസീവ് ഫോംസും എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ 7 പേഴ്സണൽ പ്രൊനൗൺസ് ഏതാണെന്നും അതിൻ്റെ ഒബ്ജക്റ്റ് ഫോംസും പൊസസീവ് ഫോംസും ഞങ്ങളിവിടെ കാണിക്കുന്നുണ്ട്. മസ്റ്റായിട്ട് പഠിച്ചു വെക്കുക. ഗ്രാമറിൽ കൂടുതൽ നോക്കുന്ന ഒരു പാർട്ട് തന്നെയാണ് പ്രൊനൗൺസ്. പിന്നെ ലെറ്റ്സ് എഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ ഒരു കുട്ടി, അശ്വിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടി ഈ സ്റ്റോറിയുടെ ഒരു സമ്മറി എഴുതിയതാണ്. അത് റീഡ് ചെയ്തിട്ട് അതിൽ കുറച്ച് എറേഴ്സ് ഉണ്ട്. അത് അണ്ടർലൈൻഡ് ആണ്. അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ആ എറേഴ്സൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ എ മുതൽ ജെ വരെ ഇതിലും അണ്ടർലൈൻ ചെയ്തിട്ടുള്ള കുറച്ച് എററായിട്ടുള്ള വേർഡ്സ് ഉണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് മനസ്സിലാവുന്ന വേർഡ്സാണ്. അല്ലെങ്കിൽ ആ സ്റ്റോറി തന്നെ ഒന്ന് വായിച്ച് നോക്കിയാലും മതി. അപ്പോൾ അതൊന്ന് എഡിറ്റ് ചെയ്തെടുക്കുക. പിന്നെ ലെറ്റ്സ് പ്ലേ വിത്ത് ലാംഗ്വേജ്. ഇതൊരു പസിൽ ഗെയിമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്നുമില്ല. റീഡ് ഈച്ച് സെൻറ്റൻസ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ആൻ അഡ്വേർബ് ഫ്രം ദ ബോക്സ്. അപ്പോൾ ഇവിടെ കുറച്ച് അഡ്വേർബ്സ് കൊടുത്തിട്ടുണ്ട്. ലൗഡ്ലി, ഹാർഡ്, ആംഗ്രിലി, ഹാപ്പിലി, വെൽ, ഹോപ്പ്ഫുള്ളി, സ്ലോലി, ലൈറ്റ്ലി, നെവർ, ഹംഗ്രിലി, ദെയർ, ഫൈനലി, ഫാസ്റ്റ്. അപ്പോൾ ഇവിടെ കുറച്ച് ബ്ലാങ്ക്സ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം പിന്നെ ഒരു ക്രോസ് വേർഡ് പസിലുണ്ട് ഇവിടെ. അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഞങ്ങൾ സ്ക്രീനിൽ കാണിക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ ഇവിടെ കൈയാണ്. ദ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റോറി ഇവിടെ കൈയാണ്. താങ്ക് യു.